കാര്യങ്ങൾ. അല്ലല്ല, ഒരു കാര്യം കൂടെ മന്ത്രി പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. CPM പ്രതിനിധിക്ക് പറയാം. ശ്രീത് ഭായ് പറഞ്ഞതിലൂടെ ഇനിയും വാസു സാറിനെ ഒളിച്ചു വിടാനും പറ്റില്ല. അതായത് വാസു സാറ് കഴിഞ്ഞ തവണ ആരും അറിയാതെ പത്മകുമാർ സാറിനെ പോലും മറികടന്ന് അഫിഡവിറ്റിൽ എഴുതാത്ത കാര്യങ്ങൾ പറയാൻ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് അയച്ചു. എന്നിട്ട് അഫിഡവിറ്റിൽ എഴുതാത്ത വാദങ്ങൾ പോലും സുപ്രീം കോടതി പറഞ്ഞു തോപ്പിക്കാൻ നോക്കി. അപ്പൊ ഇനി അങ്ങനത്തെ കള്ളത്തരം നടക്കില്ല. എന്തൊരു കള്ളത്തരമെന്ന് ആലോചിച്ച് നോക്കണേ. ഇനി ശ്രീത് ഭായിക്ക് അടക്കം ഒരു കാര്യം കൂടെ ഓർമ്മ കാണും. 52 സ്ത്രീകളോളം കയറി എന്ന് പറഞ്ഞൊരു കള്ളക്കണക്ക് കൊടുക്കാൻ തുടങ്ങി. ആലോചിക്കണം, സുപ്രീം കോടതിയിൽ കള്ളക്കണക്ക് കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഫോൺ നമ്പർ ഒക്കെ എടുത്തു വന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് വെരിഫൈ ചെയ്തു. നല്ലൊരു ശതമാനം പുരുഷന്മാരാണ്. ദൈവം സഹായിച്ചാണ് സുപ്രീം കോടതിയിൽ ആ കള്ളക്കണക്ക് അവസാനം കൊടുക്കാത്തത്. അവിടുത്തെ ഏതോ ഒരു വക്കീലിന് ബുദ്ധി തോന്നി. കാണിച്ച കള്ളത്തരങ്ങൾക്ക് കയ്യും കണക്കും ഇല്ല. ഡോക്ടർ ബി ജയരാജ് അതൊക്കെ പക്ഷെ മറന്നുപോയി കേട്ടോ. ഇന്ന് രാജീവിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിശ്വാസികൾക്കൊപ്പമാണ് എന്നുള്ള സന്ദേശം നൽകുകയായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം പഴയ കാര്യങ്ങളൊക്കെ മറന്നു. കള്ളക്കണക്കിന്റെയും കള്ളത്തരത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പ്ലാൻ എ ഇല്ലെങ്കിൽ പ്ലാൻ ബി നടപ്പിലാക്കുമെന്നും രക്തം തുള്ളിയായിട്ട് അവിടെ വീഴ്ത്തുമെന്നൊക്കെ പറഞ്ഞത് ഇവിടെ കേരളത്തിലുള്ള ജനങ്ങള് കണ്ടോണ്ടിരുന്നതാണ്, ലൈവായിട്ട് കണ്ടോണ്ടിരുന്നതാണ്. അതൊന്നും രാഹുൽ ഈശ്വർ മറക്കരുത്. പറയുമ്പോൾ വലിയ ന്യായങ്ങളൊക്കെ പറയുമ്പോൾ അതൊന്നും മറക്കരുത്. അത് സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ള രീതിയിലാണ് നടന്നത്. ചിലപ്പോൾ ഇനിയും ആർക്കെങ്കിലും എതിരെ ഡിഫൈമേഷന് വീഡിയോ ചെയ്യുമ്പോൾ വീണ്ടും അകത്ത് കിടക്കേണ്ടി വരും.